രാത്രി ഫുഡ് കഴിക്കാൻ പോയത് വേറെ അല്ല, നമ്മളെ വിദ്യാനഗറിലുള്ള പാതിരാ പോയിന്റിലേക്കാണ് നമ്മൾ ഇന്നലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. നമുക്ക് എന്തോ ഒരു ഇഷ്ടം തട്ടുകടയിൽ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ അങ്ങനെ ഉള്ളിലെല്ലാം കയറിയിട്ട് അപ്പോൾ 2-3 ആൾ ഫുഡ് കഴിക്കാനെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ എനിക്ക് നല്ല നോക്കി പയ്യത് ആ സൈഡ് നല്ല ചൂട് നെയ്പ്പത്തിൽ ചുട്ടെടുക്കുന്നുണ്ടായിന്. നെയ്പ്പത്തിൽ കാണുമ്പോൾ തന്നെ കാസായി. പിന്നെ ഇറച്ചി കറിൻ്റെ നല്ല മണമാണ്. പിന്നെ കാസായിട്ട് ഞമ്മന്തൊക്കെ എല്ലാവരും പോയിട്ട് ഇരുന്നിട്ട് ഇതാ പ്ലേറ്റെല്ലാം കൊണ്ടുവച്ച് എല്ലാവർക്കും പ്ലേറ്റ് കൊണ്ടുവച്ചിട്ട് ഇതാ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളെ അപ്പം വന്ന് നല്ല ബീഫ് കറിയും നെയ്പ്പത്തലും പത്തലും. ബീഫ് കറിനെ കുറിച്ച് പറയുന്നെങ്കിലേ എന്തോ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ആ മണം പോലെ തന്നെ ഉണ്ട് അതിൻ്റെ ആ ടേസ്റ്റും. നല്ല പാങ്ങുണ്ടായിനവ ബീഫ് കറി. അങ്ങനെ ദാ ഞാൻ അതിൽ നിന്ന് 2 നെയ്പ്പത്തലെല്ലാം എടുത്തിട്ട് കുറച്ച് കറീൻ്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിന്നോക്കി. യമ്മി 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 നല്ല പാങ്ങുണ്ടായി. അങ്ങനെ നല്ല പാങ്ങിൽ ഞാൻ ആസ്വദിച്ചിട്ട് നമ്മളെ നെയ്പ്പത്തിൽ ഇറച്ചിക്കറി അതിനകത്ത് തിന്നോണ്ടുണ്ട്. പിന്നെന്താക്കി കുറച്ച് കഴിയുമ്പോൾ ഞാൻ നല്ല ചൂട് ചായയും കുടിച്ചതാ. നല്ല പാങ്ങുണ്ടായിനവ ചായയും നല്ല മജ ചായ നല്ല പാങ്ങുണ്ടായി. അപ്പം അടുത്ത ഫുഡ് നല്ല പാങ്ങുണ്ടാവുക. ഗൈസ് മസ്റ്റ് ട്രൈ ആക്കണം അവിടെ പോയിട്ട്. ബേർഡല്ല നമ്മളെ വിദ്യാനഗറിലുള്ള പാതിരാ പോയിന്റ് തട്ടുകടയില്ലേ അടുത്ത ഫുഡ് നിങ്ങൾ ഒരിക്കലും അങ്ങ് ട്രൈ ആക്കണം, അത്ര പാങ്ങുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ പോയത് എടുത്തേക്കരോ നമ്മളെ ചെർക്കളയിലുള്ള റപ്പിച്ചാൻ്റെ നമ്മളെ ചർമുറ തിന്നാനാണ് ഞാൻ പിന്നെ പോയത്. എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് റപ്പിച്ചാൻ്റെ ചർമുറും. അങ്ങനെതാ നമ്മൾ നൈറ്റ് എല്ലാവരും ഫാമിലി എല്ലാവരും നമ്മൾ പോയത് ചർമുറ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയിട്ട് നമുക്ക് ഭയങ്കര തിരക്കില്ല. ഇതെല്ലായിടത്തേക്കുള്ള വണ്ടി ഫുള്ളും അത്രയും ഫാൻസാണ്. നമ്മൾ കാസർഗോട്ടാറ് ഫുള്ള് നമ്മൾ റപ്പിച്ചാൻ്റെ ഫാൻസാറാണ്. എന്താ റപ്പിച്ച നല്ല പാങ്ങിൽ ചർമുറെല്ലാം ആക്കുന്നത്. ഞാൻ പോയിട്ട് വീഡിയോ എല്ലാം എടുത്ത് റപ്പിച്ച പറഞ്ഞു വീഡിയോ എല്ലാം എടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലമെല്ലാം ആക്കിയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായ. നമ്മളെ ചർമുറു ആക്കുന്ന കാണാൻ തന്നെ എന്ത് മജ അറിയോ. ആ കാമ്പെല്ലാം ഇട്ട് പിന്നെ കുറച്ച് തക്കാളി എല്ലാം ഇട്ട് പിന്നെ ഉള്ളിയെല്ലാം ഇട്ട് പിന്നെ കുറച്ച് നല്ല പാകത്തിന് ഉപ്പെല്ലാം ഇട്ട് അതാക്കുന്ന കാണുമ്പോൾ തന്നെ എന്തോ ഒരു മജ. പിന്നെ കുറച്ച് ഓയിലെല്ലാം ഒഴിച്ച് നമ്മളെ മുളക് പൊടി ഇട്ടിട്ട് നല്ല പാങ്ങിൽ മിക്സാക്കും. ആ കാമ്പിനെ നല്ല മുട്ടനെ അങ്ങനെ ഫുള്ള് നല്ല പാല് മിക്സ് ആക്കിയിട്ട് അതാ പൊരിയിടും. ആ പൊരിയിടുന്ന കാണാൻ നല്ല പാങ്ങവേ. ഞാൻ പൊരിയിടുന്ന തന്നെ നോക്കി കുറേ സമയം. അങ്ങനെ കുറേ സമയം ചർമുറെല്ലാം ഒക്കെ നോക്കിയിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഫുള്ള് വീഡിയോ എല്ലാം എടുത്ത് പിന്നെ ഇതാ ചർമുറെല്ലാം റെഡിയായി. നമ്മതാ പാർസലല്ലേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാർസൽ പ്ലേറ്റിലേക്ക് ഫുള്ള് ചർമുറെല്ലാം ഇട്ടെന്ന് കാണുമ്പോൾ നോക്കി എന്ത് മജ അറിയാം. ചർമുറു തിന്നാൻ നോക്കൂ അതിനെങ്കാട്ടി ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ നല്ല മുട്ട ആംപ്ലേറ്റ് ഇടലുണ്ട്. നല്ല നല്ല കുറച്ച് ജ്യൂസ് ആയിട്ടുള്ള മുട്ട ആംപ്ലേറ്റ് ഇല്ലേ ഇതാ ഇങ്ങനത്തെ നല്ല കാമ്പെല്ലാം നല്ല പാങ്ങിൽ വേണ്ട ഇങ്ങനെ വെള്ളം വരുന്ന പോലത്തെ നല്ല ഓവർ വേവാണ്ട് ഇതാ അങ്ങനെ നമ്മളെ ചർമുറ നമ്മളെ കയ്യിൽ ഇതാ ഇറപ്പിച്ച തന്ന് നിറപ്പിച്ചാണ് ടാങ്കെല്ലാം പറഞ്ഞിട്ടാ നമ്മളെ ചർമുറ തിന്നാൻ തുടങ്ങി. നല്ല മരിച്ചിട്ടുണ്ടായിന്. അവിൽ മിൽക്കും എങ്ങനെയാവേ അവിൽ മിൽക്കും നല്ല പാണ്ടായിന്. അതിന് ശേഷം നമ്മൾ എന്തൊക്കെ ഫുൾ ഫുഡെല്ലാം കഴിച്ചിട്ടില്ല. നമ്മൾ ചർമുറെല്ലാം തുന്നിട്ടായിട്ട് നേരെ നമ്മളെ മെയിൻ റോഡിലേ വിട്ട് നമ്മളെ പരിക്ക് നല്ല പാങ്ങുണ്ടാവുക. ഈ റോഡിലെ രാത്രി ഡ്രൈവ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്ത് വ്യൂ അറിയാം. ഫുൾ സൈഡിലെല്ലാം ലൈറ്റെല്ലാം വെച്ചിട്ട് അങ്ങനെ നല്ല പാങ്ങിൽ ആസ്വദിച്ചിട്ട് നമ്മൾ ആ പരിക്കേക്ക് പോയി ഗായ്സ്.